നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. വൈദ്യുതി നിരക്ക് വർധനവിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് അളഗപ്പ നഗർ പുതുക്കാട് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. വരന്തരപ്പള്ളി പള്ളിക്കുന്ന് അസംഷൻ പള്ളിയുടെ നവീകരിച്ച ദൈവാലയത്തിന്റെ ആശീർവാദ കർമ്മം മാർ ആൻഡ്രൂസ് താഴത്ത് പിതാവ് നിർവഹിച്ചു. ബ്രിട്ടീഷുകാർ നിർമ്മിച്ച കുണ്ടായി ഇരുമ്പ് പാലത്തിന്റെ 100ാം വാർഷികം നാട്ടുകാർ വിപുലമായി ആഘോഷിച്ചു. നടൻ കാളിദാസ് ജയറാം വിവാഹിതനായി. മോഡലായ താരിണി കലിംഗരായരാണ് വധു. ദേശീയപാത നന്ദിക്കര സ്കൂൾ സ്റ്റോപ്പിന് സമീപം കാറും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രക്കാരന് പരിക്കേറ്റു. മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് വാർഡ് 8ഉം വയോജന ക്ലബും സംയുക്തമായി സൗജന്യ നേത്ര പരിശോധനയും തിമിര രോഗ നിർണയ ക്യാമ്പും സംഘടിപ്പിച്ചു. വാർത്തകൾ വിശദമായി. വൈദ്യുത ബില്ല് വർധനവിനെതിരെ യൂത്ത് കോൺഗ്രസ് പുതുക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുതുക്കാട് സെന്ററിൽ ചൂട്ട് കത്തിച്ച് പ്രതിഷേധിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി ആൻസി ജോബി ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ജസ്റ്റിൻ ആറ്റുപുറം അധ്യക്ഷത വഹിച്ചു. നിയോജക മണ്ഡലം സെക്രട്ടറി സച്ചിൻ ഷാജു, കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സുധൻ കാരയിൽ, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ഷാജു കാളിയങ്കര, DCC ജനറൽ സെക്രട്ടറി സെബി കൊടിയൻ, ബ്ലോക്ക് സെക്രട്ടറിമാരായ സിൻഡോ പയ്യപ്പള്ളി, വർഗീസ് തെക്കേത്തല, ലിൻസൺ പല്ലൻ, യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം സെക്രട്ടറി ജിതിൻ പ്രിൻസ് എന്നിവർ പ്രസംഗിച്ചു. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ അർജുൻ സുരേഷ്, രഞ്ജിത്ത് രാജൻ, എൻജോയ് വല്ലച്ചിറ, ആൽഡ്രിൻ ജോബി, അലൻ ഷാജു എന്നിവർ സന്നിഹിതരായി. വരും എല്ലാം ശരിയാക്കുമെന്ന് പറഞ്ഞിട്ട് പാവങ്ങളുടെ കൂടെ എല്ലാ കാര്യത്തിലും നിൽക്കുമെന്നിട്ടാണ് ഈ സർക്കാർ അധികാരമേറ്റത്. എന്നാൽ അധികാരമേറ്റത് കഴിച്ച് ചാർജ് വർദ്ധിക്കാൻ മാത്രമാണ് ഈ നമ്മുടെ ഇപ്പോഴത്തെ വൈദ്യുതി മന്ത്രി ജനങ്ങൾക്ക് മുമ്പിൽ വരുന്നത്. യൂത്ത് കോൺഗ്രസ് പറയുന്നത് മാത്രമല്ല, കുറുവാ സംഘമാണ് ഇന്ന് കേരളം ഭരിക്കുന്നത്. തുടർച്ചയായി KICB വില വർധനയെ പ്രതിഷേധിച്ചുകൊണ്ട് ഇന്ന് ഒരു സൂചനാ സമരം മാത്രമായിട്ടാണ് ഇന്ന് പുതുക്കാട് സെന്ററിലും. വൈദ്യുതി നിരക്ക് വർധനവിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് അളഗപ്പ നഗർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ KICB ഓഫീസിന് മുൻപിൽ ചൂട്ട് കത്തിച്ച് പ്രതിഷേധിച്ചു. നിയോജക മണ്ഡലം പ്രസിഡന്റ് ഫൈസൽ ഇബ്രാഹിം ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ഹരൺ ബേബി അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി ദിനിൽ പാലപ്പറമ്പിൽ, നിയോജക മണ്ഡലം സെക്രട്ടറിമാരായ ആൻസ് ആൻഡോ, അഭിജിത്ത് ആൽബിൻ എന്നിവർ പ്രസംഗിച്ചു. വരന്തരപ്പള്ളി പള്ളിക്കുന്ന് അസംഷൻ പള്ളിയുടെ നവീകരിച്ച ദൈവാലയത്തിന്റെ ആശീർവാദ കർമ്മം ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് പിതാവ് നിർവഹിച്ചു. ശതോത്തര സുവർണ ജൂബിലി വർഷത്തിലാണ് പള്ളിയുടെ നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയത്. ഇടവകയിലെ 150 കുടുംബങ്ങളെ മദ്യവിമുക്ത കുടുംബങ്ങളായി പ്രഖ്യാപിക്കുന്നതിന്റെ ഉദ്ഘാടനം നെരേപ്പറമ്പൻ തോമൻ ജോണിയുടെ കുടുംബത്തിന് മദ്യവിമുക്ത കുടുംബ സർട്ടിഫിക്കറ്റ് നൽകിക്കൊണ്ട് ആർച്ച് ബിഷപ്പ് നിർവഹിച്ചു. ശതോത്തര സുവർണ ജൂബിലിയോടനുബന്ധിച്ച് ഇടവകാംഗങ്ങൾ പകർത്തി എഴുതുന്ന സമ്പൂർണ്ണ ബൈബിളിലെ ആദ്യ വരി പകർത്തി എഴുതിക്കൊണ്ട് ആർച്ച് ബിഷപ്പ് ഉദ്ഘാടനം ചെയ്തു. വികാരി ഫാദർ ജെയ്സൺ കൂനംപ്ലാക്കൽ, സഹവികാരി ഫാദർ ഫ്രാൻസിസ് പുത്തൂക്കര, കൈക്കാരന്മാർ, ദൈവാലയ നവീകരണ കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി. ബ്രിട്ടീഷുകാർ നിർമ്മിച്ച കുണ്ടായി ഇരുമ്പ് പാലത്തിന്റെ 100ാം വാർഷികം നാട്ടുകാർ വിപുലമായി ആഘോഷിച്ചു. ബ്രദേഴ്സ് കുണ്ടായി വാട്സാപ്പ് ഗ്രൂപ്പിന്റെ ആഭിമുഖ്യത്തിലാണ് കുണ്ടായി ഇരുമ്പ് പാലത്തിന്റെ 100ാം വാർഷികവും 75 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് നാടിന്റെ ആദരവും സംഘടിപ്പിച്ചത്. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സദാശിവൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് അംഗം ഷീല ശിവരാമൻ അധ്യക്ഷത വഹിച്ചു. സാമൂഹ്യ പ്രവർത്തകൻ സുരേഷ് കടുപ്പശ്ശേരിക്കാരൻ വിശിഷ്ട അതിഥിയായി. പഞ്ചായത്ത് അംഗം ലിൻഡോ പള്ളിപ്പറമ്പിൽ,
INTUC കുണ്ടായി ഡിവിഷൻ സെക്രട്ടറി മസൂദ്, CITU കുണ്ടായി ഡിവിഷൻ സെക്രട്ടറി ശിവകുമാർ, BMS കുണ്ടായി ഡിവിഷൻ സെക്രട്ടറി ശ്യാംനാഥ്, ബ്രദേഴ്സ് കുണ്ടായി ചെയർമാൻ ബാബു കൂനാമ്പുറത്ത്, കൺവീനർ TS സജീവൻ, വൈസ് പ്രസിഡന്റ് CP രമേശൻ, ജോയിന്റ് കൺവീനർ കുഞ്ഞിമുഹമ്മദ് കൊല്ലേരി, ട്രഷറർ ഷിബു കൈതാരൻ, ഗ്രൂപ്പ് അഡ്മിൻമാരായ ഷിഹാബ് കൊല്ലാരി, സന്തോഷ് നായർ, PG വാസുദേവൻ നായർ എന്നിവർ പ്രസംഗിച്ചു. വെറും ഒരു ഇരുമ്പ് പാലമായിരുന്നില്ല ഈ പാലം. മറിച്ച് നിങ്ങൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഒരുപാട് ഓർമ്മകൾ സമ്മാനിച്ച് ഒരുപാട് സ്നേഹബന്ധങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഒന്നാണ് ഈ പാലം. നമുക്കറിയാം, നമ്മുടെ കുണ്ടായി ബ്രദേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും ഒരു ഹരമായിരുന്നു. ഒരു കാലഘട്ടത്തിൽ നമ്മൾ ലോക ഫുട്ബോളൊക്കെ കാണുന്ന പോലെ അർജന്റീനയും ബ്രസീലും എന്നപോലെ കുണ്ടായി ബ്രദേഴ്സ് എന്ന് പറഞ്ഞാൽ പാലപ്പള്ളി മേഖലയിലെ ഫുട്ബോളിന്റെ രാജാക്കന്മാരായിരുന്നു. ഇന്നത് തന്നെ ഏറെ സന്തോഷം കൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു വേദി. എന്നെ ചിലപ്പോൾ എല്ലാവർക്കും അറിയില്ലായിരിക്കും. ഞാനിവിടെ ഉണ്ടായിരുന്ന ഒരുപാട് കാലം, ഞാൻ എൻ്റെ ചെറുപ്പം മുതലേ ഇവിടെ വന്ന ഒരു വ്യക്തിയാണ്. ഇപ്പം നിങ്ങളുടെ എല്ലാം സഹകരണം കൊണ്ട് എനിക്ക് ഇങ്ങനെ ഒരു വേദി ഒരുക്കാനും എല്ലാവരുടെ സപ്പോർട്ടും എല്ലാ കാരണമാണ് ഞാനിവിടെ നിൽക്കാനും എനിക്കൊരു അവസരം ഉണ്ടായത്. ബ്രിട്ടീഷ് കാലത്തിന്റെയും ടിപ്പുവിന്റെ കാലത്തിന്റെയും അതിക്രൂരമായ കാലഘട്ടത്തിൽ ഒന്നുമില്ലായ്മയിൽ നിന്നും പടുത്തുയർത്തിയ ഒട്ടേറെ കാരണന്മാർ ഇന്നവർ മൺമറിഞ്ഞു പോയിട്ടുണ്ട്, ചിലർ ജീവിച്ചിരിപ്പുണ്ട്. തീർച്ചയായിട്ടും ഒരു മുറിക്കുള്ളിൽ നിന്ന് 12ഉം 8ഉം ഒക്കെ മക്കളായി ഇരുന്നൊരു കാലഘട്ടം. നടൻ കാളിദാസ് ജയറാം വിവാഹിതനായി. മോഡലായ താരിണി കലിംഗരായരാണ് വധു. നടൻ കാളിദാസ് ജയറാം വിവാഹിതനായി. മോഡലായ താരിണി കലിംഗരായരാണ് വധു. ഗുരുവായൂർ അമ്പലനടയിൽ വെച്ചായിരുന്നു ഇരുവരും വിവാഹിതരായത്. 4 വർഷം നീണ്ട പ്രണയത്തിനൊടുവിലാണ് നടൻ കാളിദാസ് ജയറാം താരിണി കലിംഗരായരുടെ കഴുത്തിൽ മിന്നു ചാർത്തിയത്. ഗുരുവായൂർ ഉണ്ണിക്കണ്ണന്റെ നടയിൽ രാവിലെ 7:30-നും 7:45-നും മധ്യയുള്ള മുഹൂർത്തത്തിലായിരുന്നു വിവാഹം. ക്ഷേത്ര കൊടിമരത്തിന് മുന്നിലായി ക്രമീകരിച്ചിരിക്കുന്ന വിവാഹ മണ്ഡപത്തിൽ വെച്ച കാളിദാസ് ജയറാം താരിണി കലിംഗരായരെ തുളസിഹാരം അണിയിച്ച് താലി കെട്ടുകയായിരുന്നു. മാതാപിതാക്കളായ ജയറാമും പാർവതിയും കാളിദാസിന്റെ സഹോദരി മാളവിക ജയറാമും പ്രാർത്ഥനകളോടെ വധുവരന്മാരെ അനുഗ്രഹിച്ചു. മണ്ഡപത്തിനുള്ളിൽ അഗ്നിയെ വലം വെച്ച ശേഷം വധുവരന്മാർ പുറത്തേക്കിറങ്ങുകയായിരുന്നു. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, മന്ത്രി മുഹമ്മദ് റിയാസ് എന്നിവർ വധുവരന്മാർക്ക് വിവാഹ മംഗളാശംസകൾ നേർന്നു. ഇന്ന് വൈകുന്നേരത്തോടെ വധുവരന്മാരും ജയറാമും പാർവതിയും കുടുംബവും ചെന്നൈയിലേക്ക് പോകും. 11-ാം തീയതി ബുധനാഴ്ചയാണ് ചെന്നൈയിൽ വിവാഹ സൽക്കാരം ഒരുക്കിയിരിക്കുന്നത്. ദേശീയപാത നന്ദിക്കര സ്കൂൾ സ്റ്റോപ്പിന് സമീപം കാറും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രക്കാരന് പരിക്കേറ്റു. ദേശീയപാത നന്ദിക്കര സ്കൂൾ സ്റ്റോപ്പിന് സമീപം കാറും ബൈക്കും കൂട്ടിയിടിച്ച ബൈക്ക് യാത്രക്കാരന് പരിക്കേറ്റു. കൈക്ക് പരിക്കേറ്റ കോട്ടയം സ്വദേശിയായ ബൈക്ക് യാത്രികനെ പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഞായറാഴ്ച രാവിലെ 10:30-യോടെയായിരുന്നു അപകടം. ചെങ്ങന്നൂർ സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന കാർ യൂട്ടേൺ തിരിഞ്ഞ് നന്ദിക്കര ഭാഗത്തേക്ക് പോകുന്നതിനിടെ പുറകിൽ വന്ന ബൈക്ക് കാറിലിടിക്കുകയായിരുന്നു. കാറിന്റെ പുറകുവശത്ത് കേടുപാടുകൾ സംഭവിച്ചു. അപകടത്തിൽ ബൈക്കിന്റെ ചക്രം തകർന്നു. മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് വാർഡ് 8ഉം വയോജന ക്ലബും സംയുക്തമായി സൗജന്യ നേത്ര പരിശോധനയും തിമിര രോഗനിർണയ ക്യാമ്പും സംഘടിപ്പിച്ചു. പഞ്ചായത്ത് അംഗം KR ഔസേപ്പ് ഉദ്ഘാടനം ചെയ്തു. വാർഡ് വയോജന ക്ലബ്ബ് പ്രസിഡന്റ് ജോണി കോട്ടക്കൽ അധ്യക്ഷത വഹിച്ചു. പൗർണമി, ടീം അംഗങ്ങൾ എന്നിവർ പരിശോധനയ്ക്ക് നേതൃത്വം വഹിച്ചു. ലീല വേലായുധൻ, ബിന്നി ജോയ്, നിത്യ ബിജു, സുജാത ശശി എന്നിവർ പ്രസംഗിച്ചു. പുതുക്കാട് സെന്റ് ആന്റണീസ് ഫൊറോന പള്ളിയിൽ വിശ്വാസ പരിശീലന ദിനം ആചരിച്ചു. തൃശൂർ മൈനർ സെമിനാരി ഫാദർ ട്വിങ്കിൾ വാഴപ്പള്ളി യോഗം ഉദ്ഘാടനം ചെയ്തു. വികാരി ഫാദർ പോൾ തേക്കാനത്ത് അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ ജൂബിലി ആഘോഷിക്കുന്ന സന്യസ്തരെയും ദമ്പതികളെയും വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെയും അനുമോദിച്ചു. പ്രിൻസിപ്പൽ ജോസ് മാത്യു, സഹവികാരി ഫാദർ ഷീജോ പള്ളിക്കുന്നത്ത്, ഫാദർ ബിജോയ് പൊൻപറമ്പിൽ, അൽജോ പുളിക്കൻ, PTA പ്രസിഡന്റ് സന്തോഷ് പള്ളിക്കുന്നൻ, സിസ്റ്റർ ടിജി ജോസഫ്, ജയൻ തെക്കുംപുറം, ആന്റണി വാഴപ്പള്ളി, KS എബിൻ, സമർപ്പിത സുവർണ ജൂബിലേറിയൻ സിസ്റ്റർ റോസി മലയാറ്റി, കൺവീനർ CK ജോസഫ് എന്നിവർ പ്രസംഗിച്ചു. രക്ഷിതാക്കൾ, ഇടവക വിശ്വാസികൾ എന്നിവർ സന്നിഹിതരായി. ഒല്ലൂർ പോലീസ് സർക്കിൾ ഇൻസ്പെക്ടറെ കുത്തിയ അനന്തുമാരിക്കെതിരെ വീണ്ടും കേസ്. തൃശൂർ ജനറൽ ആശുപത്രിയിൽ വെച്ച് നടത്തിയ അസഭ്യ വർഷത്തിനെതിരെയാണ് തൃശൂർ ഈസ്റ്റ് പോലീസ് കേസെടുത്തത്. ഒല്ലൂർ CIയെ കുത്തിയ അനന്തുമാരിക്കെതിരെ വീണ്ടും കേസ്. തൃശൂർ ജനറൽ ആശുപത്രിയിൽ വെച്ച് നടത്തിയ അസഭ്യവർഷത്തിനെതിരെയാണ് തൃശൂർ ഈസ്റ്റ് പോലീസ് കേസെടുത്തത്. ആശുപത്രി സൂപ്രണ്ടിന്റെ പരാതിയിൽ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസ്.
BNS 296B പ്രകാരവും ആശുപത്രി സംരക്ഷണ നിയമപ്രകാരവുമാണ് കേസെടുത്തിട്ടുള്ളത്. രോഗികൾക്ക് തടസ്സമുണ്ടാക്കുകയും അസഭ്യവർഷം നടത്തിയതിനുമെതിരെയാണ് കേസ്. CIA കുത്തിയ കേസിൽ വൈദ്യപരിശോധനയ്ക്ക് എത്തിച്ചപ്പോഴാണ് പ്രതി ആശുപത്രിയിൽ വെച്ച് അസഭ്യവർഷവും കൊലവിളിയും നടത്തിയത്. ഇക്കഴിഞ്ഞ 5-ാം തീയതി വൈകിട്ട് 7:30യോടെയായിരുന്നു കേസിനാസ്പദമായ സംഭവം. CIA കുത്തിയ കേസിൽ നിലവിൽ അനന്തുമാരി റിമാൻഡിലാണ്. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ വരന്തരപ്പള്ളി യൂണിറ്റ് 25ാമത് വാർഷിക സമ്മേളനം സംഘടിപ്പിച്ചു. ജില്ലാ കമ്മിറ്റി ജോയിന്റ് സെക്രട്ടറി അമ്മിണി കുമാരൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് VA ജോസ് അധ്യക്ഷത വഹിച്ചു. പ്രസവാനുകൂല്യം 15,000 രൂപ ഒറ്റത്തവണയായി നൽകുവാനും പെൻഷൻ കുടിശ്ശിക, റിട്ടയർമെന്റ് ആനുകൂല്യം എന്നിവ കൃത്യമായി നൽകുവാനും മാവേലി സ്റ്റോറുകളിൽ ജനങ്ങൾക്ക് ആവശ്യമായ സാധനങ്ങൾ എത്തിക്കാനും സമ്മേളനം പ്രമേയം വഴി ആവശ്യപ്പെട്ടു. യൂണിറ്റ് സെക്രട്ടറി LC മിഖായൽ, ട്രഷറർ ലേഖ രഞ്ജിത്ത്, ഏരിയ സെക്രട്ടറി ദിവ്യ വിനയൻ, ഏരിയ പ്രസിഡന്റ് MP റാഫി എന്നിവർ പ്രസംഗിച്ചു. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് നെന്മണിക്കര യൂണിറ്റ് പൊതുയോഗം സംഘടിപ്പിച്ചു. പ്രസിഡന്റ് ജോസഫ് കുഞ്ഞാമര അധ്യക്ഷത വഹിച്ചു. അവശ്യ സാധനങ്ങളുടെ വിലവർദ്ധനവ് ഈ മേഖലയിൽ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതിന് കാരണമായെന്ന് യോഗത്തിൽ പറഞ്ഞു. വരന്തരപ്പള്ളിയിൽ പ്രവർത്തിക്കുന്ന ശങ്കര റെസ്റ്റോറന്റിൽ ഉണ്ടായ ആക്രമണത്തിൽ സംഘടന പ്രതിഷേധം രേഖപ്പെടുത്തി. ജില്ലാ പ്രസിഡന്റ് അമ്പാടി ഉണ്ണികൃഷ്ണൻ, യൂണിറ്റ് സെക്രട്ടറി KV നാരായണൻകുട്ടി, ട്രഷറർ വിനോജ് ചില്ലാക്സ് എന്നിവർ പ്രസംഗിച്ചു. ജില്ലാ പ്രസിഡന്റ് ശ്രീ അമ്പാടി ഉണ്ണികൃഷ്ണൻ, അങ്ങനെ ഞാൻ ഈ യോഗത്തിലേക്ക് എൻ്റെ സ്വന്തം പേരിലും സംഘടനയുടെ പേരിലും വളരെ സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. നെക്സ്റ്റ് ഇനി നമുക്ക് അധ്യക്ഷ പ്രസംഗം നീട്ടിക്കൊണ്ടുവരാനുള്ള സാഹചര്യം, കാരണം ഏറ്റവും വലിയ നമ്മളത് വിഷയം അടിയെന്ന് വെച്ചിരിക്കുകയാണ്. അവർ സന്ദർഭം മാറുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ നെക്സ്റ്റ് ചാലക്കുടിയിൽ 4 മണിക്ക് വാർഷിക യോഗമാണ്. നമ്മളത് യോഗം വളരെ ചുരുക്കി. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ പറയുമ്പോൾ നമ്മളിതിന് മുമ്പിലൂടെ ഒരു പരിപാടി നടത്തിയിരുന്നു. സുരക്ഷാ പദ്ധതിയുടെ ഉദ്ഘാടനം. സുരക്ഷാ പദ്ധതിയുടെ ഉദ്ഘാടനത്തിന് ആൾക്കാരുണ്ടായില്ല, ഞങ്ങൾ കുറച്ച് ആൾക്കാരാണ്. എങ്കിലും ജോസഫിന്റെ നേരത്തെ സൂചിപ്പിച്ച പോലെ ആ പ്രവർത്തന പാഠം കൊണ്ട് നമ്മൾ ഉദ്ദേശിച്ച മാതിരി ഏകദേശം കുറച്ച് ആൾക്കാരെയൊക്കെ ചേർക്കാൻ സാധിച്ചു. ചെങ്ങാലൂർ പരിശുദ്ധ കർമ്മലമാതാ ദേവാലയത്തിലെ CLC യൂണിറ്റിന്റെ നേതൃത്വത്തിൽ അമലോത്ഭവ തിരുനാളിനോടനുബന്ധിച്ച് മരിയൻ എക്സ്പോ 2024 സംഘടിപ്പിച്ചു. യൂണിറ്റ് ഡയറക്ടർ ഫാദർ ജിജോ മുരിങ്ങാത്തേരി ഉദ്ഘാടനം ചെയ്തു. മാതാവിന്റെ 500-ലധികം വരുന്ന ഫോട്ടോകളും 250ഓളം വിവിധ രൂപങ്ങളും നിരവധി ജപമാലകളുടെയും പ്രദർശനമാണ് എക്സ്പോയിൽ ഉണ്ടായിരുന്നത്. പുതുക്കാട് ഫൊറോനയുടെ വിവിധ ഇടവകളിൽ നിന്ന് നിരവധി ആളുകളാണ് എക്സ്പോ കാണാനെത്തിയത്. യൂണിറ്റ് പ്രസിഡന്റ് എൻജോയ് വല്ലച്ചിറക്കാരൻ, സെക്രട്ടറി ജിഫിന ജോയ്, ട്രഷറർ എഡിസൺ വർഗീസ് എന്നിവർ നേതൃത്വം നൽകി. യൂണിറ്റ് അംഗങ്ങൾ, അതിരൂപത ഫൊറോന പ്രതിനിധികൾ, അസിസ്റ്റന്റ് ഡയറക്ടർ ഗ്ലൈസിൻ പിയൂസ് എന്നിവർ സന്നിഹിതരായിരുന്നു. ഡിസംബർ 8 പരിശുദ്ധ അമലോത്ഭവ മാതാവിന്റെ തിരുനാള് സാർവത്രിക സഭയിലെ ആചരിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുകയാണ്. നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ പരിശുദ്ധ കന്യാമറിയത്തിന്റെ മഹനീയമായ സ്ഥാനം നമ്മൾ ഓർക്കാനും തിരിച്ചറിയാനും വേണ്ടിയാണ് ഇങ്ങനൊരു തിരുനാള് നമ്മൾ ആചരിക്കുന്നത്. അതിനോടനുബന്ധിച്ച് നമ്മുടെ ഇടവകയിലെ CLC സംഘടനയിലെ യുവജനങ്ങൾ മാതാവിന്റെ വിവിധ കാലങ്ങളിൽ വിവിധ സ്ഥലങ്ങളിൽ ഉണ്ടായിട്ടുള്ള വിവിധ പ്രത്യക്ഷീകരണങ്ങളുടെ ഫോട്ടോസും സ്റ്റാച്യൂസും, ഏകദേശം ഒരു 250ഓളം സ്റ്റാച്യൂസും അതിനേക്കാളേറെ വിവിധ ഫോട്ടോകളും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു പ്രദർശനം ഈ തിരുനാളോടനുബന്ധിച്ച് ചെങ്ങാലൂര് കർമ്മലമാതാ ദേവാലയത്തിൽ ഒരുക്കിയിട്ടുണ്ട്. ഈ ഒരു മരിയൻ പ്രദർശനം കാണാനും അനുഭവിക്കാനും വലിയ ഭക്തിയിൽ വളരാനും എല്ലാവരെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുകയും ചെയ്യും. സ്നേഹമുള്ളവരെ, നമ്മുടെ ചെങ്ങാലൂര് ഇടവകയിലെ CLC കുട്ടികള്, യുവജനങ്ങള് ഒരുക്കിയ ഒരു മരിയൻ എക്സ്പോ ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യുകയും പ്രദർശനം ആരംഭിക്കുകയും ചെയ്തായിരുന്നു. ഇതിന്റെ അവരുടെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് മാതാവിനുള്ള ഭക്തി പ്രചരിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് അവർ ചെയ്യുന്നതാണ്. എല്ലാവരെയും ഇതിൽ പ്രത്യേകിച്ച് ഇതിലേക്ക് സ്വാഗതം ചെയ്യുകയും ഇതിലൂടെ മാതാവിന്റെ വലിയ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നന്ദി. സന്മാർഗ്ഗം നൽകുവാൻ
പുതുക്കാട് കേളിയിൽ മകരച്ചൊവ്വ ആഘോഷത്തിന്റെ ഭാഗമായി നോട്ടീസ് പ്രകാശനം ചെയ്തു. പ്രസിഡന്റ് നിതിൻ ആദ്യ കോപ്പി തന്ത്രി നീലകണ്ഠന് നൽകി. ജനുവരി 12, 13, 14 തീയതികളിലാണ് മകരച്ചൊവ്വ വേലാഘോഷം. ധന്യമാക്കിയിട്ടുള്ള നമ്മുടെ ആദ്യ സംഭാവന നൽകുന്ന സുഹൃത്തുക്കളെ നമ്മുടെ 2024-2025 അതിഗംഭീരമായിട്ടുള്ള ഒരു ആഘോഷമായി മാറ്റാനുള്ള ആദ്യ ജീവിതത്തിലേക്ക് ഇറങ്ങുന്നതിൻ്റെ ഒരു ഉദ്ഘാടനമാണെന്ന് നമ്മൾ ഇവിടെ നടത്താൻ പോകുന്നത്. കാലാവസ്ഥ. കൂടിയ താപനില 27 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 7140 രൂപ, പവന് 57,120 രൂപ. ചെങ്ങാനൂർ രണ്ടാങ്കല്ല് പെരുമറത്ത് പരേതനായ അച്യുതൻ ഭാര്യ കോമളം അന്തരിച്ചു. 86 വയസ്സായിരുന്നു. സംസ്കാരം ബുധനാഴ്ച രാവിലെ 10 വീട്ടുവളപ്പിൽ. രാധാകൃഷ്ണൻ, ഉഷ, ഷാജി, സുരേഷ് ബാബു, രാജേഷ്, പരേതയായ ജയ എന്നിവർ മക്കളും. അജിത, അജയൻ, വിവേകാനന്ദൻ, ഹരി, ദീപ്തി, രശ്മി എന്നിവർ മരുമക്കളുമാണ്. രാപ്പാൾ ആലപ്പാട്ട് പാലത്തിങ്കൽ തോമസ് ഭാര്യ സിസിലി അന്തരിച്ചു. 76 വയസ്സായിരുന്നു. സംസ്കാരം തിങ്കളാഴ്ച ഉച്ചതിരിഞ്ഞ് 4 പറപ്പൂക്കര സെന്റ് ജോൺസ് ഫൊറോന പള്ളിയിൽ. ചെങ്ങാലൂർ പയ്യപ്പള്ളി ചുള്ളി ജോണി ഭാര്യ ലില്ലി അന്തരിച്ചു. 74 വയസ്സായിരുന്നു. സംസ്കാരം തിങ്കളാഴ്ച രാവിലെ 9 ചെങ്ങാലൂർ കർമ്മലമാതാ പള്ളിയിൽ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വൈദ്യുതി നിരക്ക് വർധനവിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് അളഗപ്പ നഗർ പുതുക്കാട് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. വരന്തരപ്പള്ളി പള്ളിക്കുന്ന് അസംഷൻ പള്ളിയുടെ നവീകരിച്ച ദൈവാലയത്തിന്റെ ആശീർവാദ കർമ്മം മാർ ആൻഡ്രൂസ് താഴത്ത് പിതാവ് നിർവഹിച്ചു. ബ്രിട്ടീഷുകാർ നിർമ്മിച്ച കുണ്ടായി ഇരുമ്പ് പാലത്തിന്റെ 100ാം വാർഷികം നാട്ടുകാർ വിപുലമായി ആഘോഷിച്ചു. നടൻ കാളിദാസ് ജയറാം വിവാഹിതനായി. മോഡലായ താരിണി കലിംഗരായരാണ് വധു. ദേശീയപാത നന്ദിക്കര സ്കൂൾ സ്റ്റോപ്പിന് സമീപം കാറും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രക്കാരന് പരിക്കേറ്റു. മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് വാർഡ് 8 വയോജന ക്ലബും സംയുക്തമായി സൗജന്യ നേത്ര പരിശോധനയും തിമിര രോഗ നിർണയ ക്യാമ്പും സംഘടിപ്പിച്ചു. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.